നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറാണ് ആരംഭിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ പുറത്തു വന്ന ദിവസമാണ്. പ്രതിഷേധങ്ങൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. വളരെ വിശദമായതൊക്കെ നമ്മൾ പരിശോധിക്കും. ഒപ്പം തന്നെ ചില പ്രത്യേക റിപ്പോർട്ടുകളും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും. ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം നോക്കാം ഉള്ളടക്കം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ വ്യാപക പ്രതിഷേധം. ചോദ്യങ്ങളോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി. പോലീസിൽ വിശ്വാസക്കുറവില്ലെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് സംസാരിച്ചാലും കേസെടുക്കുമെന്ന് ഗവർണറുടെ വിമർശനം. ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് VD സതീശൻ. പിണറായി വിജയൻ ഹിറ്റ്ലറുടെ പുനർജന്മമെന്ന് K സുധാകരൻ. നവകേരള സദസ്സിന്റെ അവസാന ദിവസവും സംഘർഷഭരിതം. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിൽ യുദ്ധക്കളമായി തലസ്ഥാനം. VD സതീശൻ പ്രസംഗിക്കുന്നതിനിടെ വേദിയിലേക്ക് കണ്ണീർവാതക പ്രയോഗം. കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും. നവകേരള സദസ്സിന് അല്പസമയത്തിനകം വട്ടിയൂർക്കാവിൽ സമാപനം. പാലക്കാട് മേലാർകോട് പഞ്ചായത്തിൽ പെൻഷൻ വിതരണത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ്. നിരവധി പേരുടെ പെൻഷൻ തുക തട്ടിയെടുത്തതായി പരാതി. CPIM നിയന്ത്രണത്തിലുള്ള പഞ്ചായത്തിൽ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് പെൻഷൻ വിതരണ ഏജന്റ്. മരിച്ചവരുടെ പേരിലടക്കം പണം തട്ടിയെന്ന് ഓഡിറ്റ് വിഭാഗം. വിജിലൻസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല. നിർമ്മാണം പൂർത്തീകരിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും ബസ്സുകൾ കയറിയിറങ്ങാതെ കളമശ്ശേരി ബസ് ടെർമിനൽ. ഇലക്ട്രിക് ബസ് ഹബ് എന്ന പ്രഖ്യാപനവും നടപ്പായില്ല. 7 സെന്റ് ഭൂമിയിൽ ടെർമിനൽ നിർമ്മിച്ചത് 4 കോടി രൂപ ചെലവിട്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ലെന്ന് ആക്ഷേപം. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്കും ഈ പരിപാടിയിൽ ഭാഗമാകാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് തത്സമയം ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അറിയിക്കാവുന്നതാണ്. ഒരു വാർത്താ മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വിഷയങ്ങൾ, നിങ്ങളുടെ അറിവിലുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ഞങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് അറിയിക്കാം. നമ്പർ ഇതാണ്: 0484 2830 നമ്പർ ഒരിക്കൽ കൂടി: 0484 2830 വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ, നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കെതിരെ ഷൂ എറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. നടപടിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തുന്നതും ഇന്ന് നമ്മൾ കണ്ടു. അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള പോലീസ് കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തി. കേസെടുത്ത് ഭയപ്പെടുത്താൻ സർക്കാർ. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുമായി പോലീസ്. മാധ്യമവേട്ടയിൽ പ്രതിഷേധം കനക്കുകയാണ്. 24 റിപ്പോർട്ടർക്കെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകർ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കേസിൽ പ്രതിയാകുന്നത് പൊതുസമൂഹവും ചോദ്യം ചെയ്യുകയാണ്. CPI മന്ത്രിമാരടക്കം പോലീസ് നടപടിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചന എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ഒരു ഗൂഢസംഘം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഗൂഢസംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു റോളും ഇല്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയും അവിടുത്തെ ഒരു സംഘവും ചേർന്നിട്ടാണ് പോലീസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അവർ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. നടപടി സർക്കാരിന്റെ തോന്നിവാസമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേസ് പിൻവലിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനും തുറന്നടിച്ചു. ഇതെന്ത് തോന്നിവാസമാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത്, പോലീസ് കാണിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസെടുക്കുന്നത്? സത്യസന്ധമായി അവർ റിപ്പോർട്ട് ചെയ്തു. ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അവരുടെ പേരിൽ കേസെടുത്തത് എന്നുള്ളത് വളരെയേറെ വിചിത്രമായിരിക്കുന്നു. അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള പോലീസ് കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തെത്തി. വിനീതയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കേസിൽ വിശ്വാസക്കുറവില്ലെന്നും ഗൂഢാലോചനയില്ലെന്ന മാധ്യമങ്ങൾ തെളിയിച്ചോളൂ എന്നും മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു. ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് ചോദ്യം ചെയ്തോളൂ, നടപടികൾ എടുത്തോളൂ. പോലീസിന് നടപടി എടുക്കുന്നതല്ലേ, പോലീസിന് മറ്റേ നടപടികൾ സ്വീകരിക്കേണ്ടി വരുള്ളൂ. പോലീസിന്റെ മുന്നിൽ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്
നിങ്ങളെടുത്ത് തെളിവില്ലല്ലോ. നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു? കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട. അതേ ഉള്ളൂ. വിഷയത്തിൽ പോലീസിനെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു മന്ത്രിമാരായ സജി ചെറിയാൻ, പി രാജീവ് എന്നിവരുടെ പ്രതികരണം. മാധ്യമത്തിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ നമ്മൾ ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. പല കാര്യങ്ങളിലും മാധ്യമങ്ങൾ അല്ലാതെ ഇടപെട്ടിട്ടുണ്ടോ അതിപ്പോൾ നമ്മുടെ നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കെതിരെ മാത്രം വരുന്നതിൽ എന്താണ് എന്നുള്ളത് നോക്കേണ്ടതാണ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിനിടെ പ്രതിഷേധ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടയാളിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയത് കോടതിയിൽ എങ്ങനെ തെളിയിക്കുമെന്നത് ലോക്കൽ പോലീസിനും വലിയ തലവേദനയാണ്. നേരത്തെ ഇതേ കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് കോടതി വിമർശിച്ചിരുന്നു. കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടിയതിന് പിന്നാലെയാണ് വീണ്ടും കൃത്യമായ തെളിവ് പോലുമില്ലാതെ കേസെടുക്കാൻ ലോക്കൽ പോലീസ് നിർബന്ധിതമായത്. ഉന്നത തലത്തിലുള്ള സമ്മർദ്ദമാണ് കേസിന് പിന്നിലെന്ന് പോലീസുകാർ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഫോൺ രേഖകൾ മാത്രം ആധാരമാക്കി ഗൂഢാലോചനാ കുറ്റം കോടതിയിൽ തെളിയിക്കുക സാധ്യമല്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് പോലീസിനുമുണ്ടാക്കുന്നത്. 24 റിപ്പോർട്ടർക്കെതിരായ കേസ് ഒറ്റപ്പെട്ടതല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. തിരുവനന്തപുരത്ത് DGPയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തവർക്കെതിരെയും കേസെടുത്തു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ നാവരിഞ്ഞ് നവകേരളം സൃഷ്ടിക്കപ്പെടുകയാണ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിനെ വിമർശിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് പിന്നാലെ ED അയക്കും, ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസെടുക്കുമെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇത് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ചൂടാണ്. ഡൽഹിയിൽ ആരെങ്കിലും എതിരായി ശബ്ദിച്ചാൽ അവൻ അകത്താക്കാൻ വേണ്ടിയുള്ള നടപടിയുണ്ട്. അതിനെ എതിർക്കുന്നവരാണ് നമ്മളെല്ലാവരും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം. പക്ഷേ ഇവിടെ അവരെക്കാൾ മുൻപിൽ നിന്നുകൊണ്ട് ഇത്തരം കേസുകളെടുക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മുമ്പ് ഏഷ്യാനെറ്റിലെ അഖിലക്കെതിരായി, മാതൃഭൂമി ക്കെതിരായി എല്ലാ മാധ്യമപ്രവർത്തകരും നേരിടുന്ന പ്രശ്നമാണിത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തെ ഇരുട്ടിലാക്കുന്ന നടപടിയാണിത്. മുഖ്യമന്ത്രി ഇതിന് സമാധാനം പറഞ്ഞേ മതിയാകൂ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞ വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ വ്യാപക പ്രതിഷേധം നടക്കുമ്പോഴും കേസെടുത്തതിനെ ന്യായീകരിക്കുകയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി. ഈ സാഹചര്യത്തിൽ കേസെടുത്ത മാധ്യമങ്ങളെ നിശബ്ദമാക്കാനാണോ പോലീസിന്റെയും സർക്കാരിന്റെയും ശ്രമമെന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ തേടിയിരുന്നു. കാണാം പൊതുജനങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ. സർക്കാർ നിർദ്ദേശപ്രകാരമാണ്, പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് 24 ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാധ്യമങ്ങളെ മാത്രമല്ല, പൊതുജനത്തെ പ്രതികരിക്കാൻ അനുവദിക്കുന്നില്ല. പാർട്ടി പ്രവർത്തകന്മാരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാൻ അനുവദിക്കുന്നില്ല. കുറച്ചു കാലമായിട്ടുള്ള കേരളത്തിൻ്റെ പോലീസിൻ്റെ നയങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ നമുക്കൊരു അത്ഭുതം തോന്നുന്നില്ല. നമുക്കിപ്പോൾ ഈ ഇടത് സർക്കാർ ഇപ്പോൾ കാണിക്കണത് കുറച്ചായിട്ട് എതിർ ശബ്ദങ്ങൾ, അതായത് ഇപ്പം ഇനി മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ആരെന്നുള്ളതില്ല, ആർക്കെതിരാണെങ്കിലും അവർക്ക് വിമർശനമാണോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ളൊരു എതിർ ശബ്ദമാണെങ്കിൽ ഒരു അടിച്ചമർത്തേണ്ട ഒരു സമീപനമാണ്. കാരണം ഒരു ബന്ധമില്ലാത്ത കാര്യത്തിനാണ് മാധ്യമപ്രവർത്തകരുടെ ഇങ്ങനത്തെ കേസുകളൊക്കെ എടുക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകന് എറിഞ്ഞ ഷൂവിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ അവരുടെ വീഴ്ചകൾ മറച്ചു വെക്കുക എന്നുള്ള തന്ത്രപരമായുള്ള കാര്യങ്ങളാണ് ഇതിനൊക്കെ ഞാൻ കാണുന്നത്. മാധ്യമപ്രവർത്തനത്തിന് അതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ടായതുകൊണ്ടാണ് പല കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റമൊക്കെ ഇത്ര സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ മാധ്യമപ്രവർത്തകർക്ക് കേസെടുക്കുക എന്നുള്ളത് വലിയൊരു ഗൂഢാലോചന, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഹിഡൻ അജണ്ടകൾ ഈ ഗവൺമെൻറ്റിനുണ്ട്. അത് തെറ്റാണ്. അതന്നെ അഭിപ്രായം. ഇപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നുമില്ല. മാധ്യമം പൊതുജനത്തിന് ആവശ്യമാണ്. അതിനെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഫോൺ കോളുകൾ ബേസ് ചെയ്ത് കൊലപാതക ശ്രമത്തിന് കേസെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ജനാധിപത്യ രാജ്യത്തിന്, ജനാധിപത്യ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല. ഗവർണർക്കെതിരായുള്ള സമരത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ R. ഷോയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചാലും ഒട്ടനവധി മാധ്യമപ്രവർത്തകർ വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഫോൺ കോളുകൾ പരിശോധിച്ച് കൊലപാതക ശ്രമത്തിന് കേസെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു നടപടിയാണ്.
ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യപരമായ ഇത്തരമായുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ്. നമ്മുടെ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിനും എതിരാണ്. സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് പ്രതിയായി മാറുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള അമ്പരപ്പിലാണ് ജനം. പോലീസ് ഇത്രയും നിരുത്തരവാദപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. ഇത് ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ കേസും കാര്യങ്ങളൊക്കെ പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ? പത്രപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു സ്വാതന്ത്ര്യം നമ്മൾ സമൂഹം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. നവകേരള സദസ്സിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ തലസ്ഥാനം യുദ്ധക്കളമായി മാറുന്നത് ഇന്ന് നമ്മൾ കണ്ടു. KPCCയുടെ DGP ഓഫീസ് മാർച്ചും യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘർഷങ്ങളിൽ കലാശിച്ചു. കോൺഗ്രസ് നേതാക്കൾ വേദിയിലിരിക്കെ മുന്നറിയിപ്പില്ലാതെ പോലീസ് ഗ്രനേഡും കണ്ണീർവാതക ഷെല്ലും പ്രയോഗിച്ചത് KS സുധാകരനെ ലക്ഷ്യമിട്ടാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സെക്രട്ടേറിയറ്റ് വളപ്പിൽ കടന്ന് RYF പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പ്രതിഷേധിച്ചു. സംഘർഷഭരിതമാണ് നവകേരള സദസ്സിന്റെ സമാപന ദിനം. പ്രതിഷേധങ്ങൾ പലതും വൻ സംഘർഷത്തിലേക്ക് വഴിമാറി. പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന സൂചന കോൺഗ്രസ് നേതൃത്വം നൽകുക കൂടി ചെയ്തതോടെ നവകേരള സദസ്സ് കഴിഞ്ഞാലും വിവാദങ്ങൾ കെട്ടടങ്ങില്ലെന്നുറപ്പായി. പോലീസ് ആസ്ഥാനത്തേക്ക് KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് ആദ്യം സംഘർഷത്തിൽ കലാശിച്ചത്. ബാരിക്കേഡ് ഭേദിക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് ജലപീരങ്കി കൊണ്ട് നേരിട്ടു. കയ്യിൽ കിട്ടിയ കല്ലുകൾ പോലീസിനെതിരെ വർഷിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധം തീർത്തത്. കല്ലേറ് രൂക്ഷമായതോടെ വേദിയിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യമൊന്നും പരിഗണിക്കാതെ പോലീസ് കടുത്ത നടപടിയിലേക്ക് കടന്നു. മുന്നറിയിപ്പ് പോലുമില്ലാതെ തുടർച്ചയായി ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. ഇതോടെ നേതാക്കൾക്കുൾപ്പെടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. KPCC അധ്യക്ഷനെ ആശുപത്രിയിലേക്ക് മാറ്റി. തന്നെ ലക്ഷ്യമിട്ടായിരുന്നു പോലീസ് നടപടിയെന്നാരോപിച്ച K. സുധാകരൻ ലോക്സഭാ സ്പീക്കർക്ക് പരാതിയും നൽകി. ഇന്നിപ്പോൾ സീനിയർ നേതാക്കന്മാർ സംസാരിക്കുമ്പോഴാണ് ഈ ടിയർ ഗ്യാസും അതുപോലെ ഈ വെള്ളം ചാറ്റിയതുമൊക്കെ. കേരളത്തിൽ ഇന്നുവരെ ഒരു സർക്കാരും ഒരു പോലീസും കാണിക്കാത്ത ക്രൂരതയാണ് ഇന്ന് ഇതിനെതിരെ അവർ നടത്തിയത്. പോലീസ് നടപടിക്കെതിരെ വ്യാപക വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തി. പാർലമെന്റിന്റെയും നിയമസഭയിലെയും പ്രിവിലേജ് കമ്മിറ്റികൾക്ക് പരാതി നൽകുമെന്ന് MP-മാരും MLA-മാരും വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, മുൻ പ്രതിപക്ഷ നേതാവ് വേദിയിലിരിക്കുന്നു. അതുപോലെ KPC അധ്യക്ഷൻ, 7ഓളം MP-മാർ, 10ഓളം MLA-മാരുണ്ടായിരുന്നു. ഈ വേദിയിലേക്കാണ് പോലീസ് ഗ്രനേഡ് എറിഞ്ഞത്. ടിയർ ഗ്യാസുകളും അതുപോലെ ഗ്രനേഡ് ആക്രമണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള മുന്നറിയിപ്പുണ്ടാവുമായിരുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പുമില്ല. ഇത് കലക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ്. സർക്കാരും മുഖ്യമന്ത്രി അറിയാതെ ചെയ്യില്ലല്ലോ. ഇല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ MP-മാർ, MLA-മാർ, നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കണ്ണീർവാതക പ്രയോഗവും ജലപീരങ്കിയും അടിക്കേണ്ട എന്ത് കാര്യമാണ്? പോലീസ് മനഃപൂർവ്വം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഒരു ഗുണ്ടാ പ്രവൃത്തിയാണ് ചെയ്തത്. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ വെറും ഗുണ്ടകളായിട്ട് മാറിയിരിക്കുക. ഏറ്റവും മര്യാദയില്ലാത്ത പ്രവൃത്തിയല്ലേ. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നത്, വെള്ളം ചീറ്റുന്നത്. ഇത് K. സുധാകരനെ ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്നും പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിലും ഏറ്റുമുട്ടലുണ്ടായി. പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനും ശ്രമിച്ചു. സെക്രട്ടേറിയറ്റ് വളപ്പിൽ പ്രവേശിച്ച RYF പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പ്രതിഷേധിച്ചു. ഇതിനിടെ വേറിട്ട ഒറ്റയാൾ പ്രതിഷേധവുമായി ചാണ്ടിയുമ്മൻ MLA-യും രംഗത്തെത്തി. പൂജപ്പുരയിലെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നതിനിടെ വഴിയരികിൽ കറുത്ത വസ്ത്രങ്ങളണിഞ്ഞായിരുന്നു ചാണ്ടിയുമ്മന്റെ പ്രതിഷേധം. സമീപത്ത് DYFI പ്രവർത്തകർ കൂടി സംഘടിച്ചതോടെ വൻ പോലീസ് സംഘം പ്രദേശത്ത് തമ്പടിച്ചു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതോടെ കസേരയിലിരുന്ന് പ്രതിഷേധിച്ച ചാണ്ടിയും മടങ്ങി. കരിങ്കൊടി പ്രതിഷേധവും ഇന്ന് വിവിധയിടങ്ങളിലുണ്ടായി. 24 തിരുവനന്തപുരം. KPCCയുടെ DGP ഓഫീസ് മാർച്ചിനിടെ തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാവുകയാണ് ഉണ്ടായത്.
സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മുതിർന്ന നേതാക്കൾ അടക്കം തെരുവിലേക്കിറങ്ങി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. നേതാക്കൾ പ്രസംഗിക്കുന്നതിനിടെ പോലീസിന് നേരെ വ്യാപക കല്ലേറുണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിക്കുകയായിരുന്നു. തലസ്ഥാനത്ത് ഇന്ന് നടന്നത് പ്രതിഷേധമോ പ്രകോപനമോ? കാണാം പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് അതിനു വേണ്ടിയിട്ട് എന്താണ് ജനങ്ങൾ അവരെ കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അതിനുവേണ്ടി പ്രതിപക്ഷം അതിനുവേണ്ടി പ്രക്ഷോഭം ഉണ്ടാവും, അവരതിനു വേണ്ടി പ്രതികരിക്കും. അത് തല്ലിക്കെടുത്ത് അല്ല അതിന് വേണ്ടത്, അതിനു വേണ്ടിയുള്ള മറ്റുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രതിപക്ഷം കാണിക്കുന്നത് വളരെ പ്രകസനവും വെറും എന്താ പറയുക ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് പ്രതിപക്ഷം ഇപ്പോൾ സംസ്ഥാനത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ നവകേരള യാത്ര തിരുവനന്തപുരത്ത് അതിഗംഭീരമായിട്ട് സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു എന്താ പറയുക അതിനൊരു മറുപടി കൊടുക്കാനില്ലാത്തതിൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷം കാണിക്കുന്നത്. എന്താ പറയുക ഏറ്റവും ഒരു തറ വേല മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എല്ലാ കാലഘട്ടത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഭരണ പാർട്ടികൾ നടത്തുന്ന ആ കാലഘട്ടത്തിലെ പോരായ്മകൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുള്ളത്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിനെ കടന്നാക്രമിക്കുകയാണ്. പോലീസ് ഗുണ്ടകളും അതേപോലെ തന്നെ പാർട്ടി ഗുണ്ടകളും കടന്നിട്ട് ആക്രമിക്കുകയാണ്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട്. അത് നിയമപരമായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് ഒരു പാർട്ടി എങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോട് വളരെയധികം സങ്കടമുണ്ട്. തലസ്ഥാന നഗരിയിൽ ഇന്ന് കണ്ടത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആസൂത്രിതമായ നീക്കം തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനെയും ഇല്ലായ്മ ചെയ്യുക, വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പോലീസിനെ കരുതിക്കൂട്ടി രംഗത്തിറക്കി ആക്രമണം നടത്തിയതാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒന്നാകെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് കേരളത്തിൻ്റെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് യാതൊരു സംശയമില്ല. ഇതിനെല്ലാം പ്രകോപനം ഉണ്ടാക്കിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ജനങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിയ ആ സർക്കാർ ഒരു ദൂർത്ത് യാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. ആ കടമയാണ് പ്രതിപക്ഷം ഇന്ന് വരെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെയാണ് ഇങ്ങനെ പോലീസിനെയും DYFI ഗുണ്ടകളെയും കൊണ്ടൊക്കെ അടിച്ചൊതുക്കാൻ പിണറായി വിജയനും LDF സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകളുടെ വിതരണം തന്നെ പ്രതിസന്ധിയിലായിരിക്കെ അനുവദിക്കപ്പെട്ട തുക നിരാശ്രരായ ഗുണഭോക്താക്കളെ വഞ്ചിച്ച് കൈക്കലാക്കിയാലോ? അത്തരത്തിലൊരു കള്ളക്കളി വെളിച്ചത്തായിരിക്കുകയാണ് പാലക്കാട് മേലാർകാട് പഞ്ചായത്തിൽ. CPIM ഭരിക്കുന്ന പഞ്ചായത്തിൽ പാർട്ടി നേതാക്കളുടെ ഒത്താശയോടെ ക്ഷേമ പെൻഷൻ വിതരണ ഏജന്റ് തട്ടിയെടുത്തു എന്ന പരാതിയാണ് ഉയർന്നത്. നേരത്തെ ഇതേ പഞ്ചായത്തിൽ മരിച്ചവരുടെ പേരിൽ പെൻഷൻ തട്ടിയെടുത്തതായി ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ട് കാണാം. ഇത് ചേരാമംഗലം സ്വദേശിനി തായു. 86 വയസ്സുള്ള തായുവിനടക്കം ലഭിക്കേണ്ട ക്ഷേമ പെൻഷനാണ് വിതരണക്കാരൻ മുക്കിയത്. ചേരാമംഗലത്തെ തായുവിന് ഇനിയും ക്ഷേമ പെൻഷൻ കയ്യിൽ കിട്ടിയിട്ടില്ല. രേഖകളിൽ പക്ഷേ തായു പണം കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പണം എവിടെ പോയി? അതിലാണ് കള്ളക്കളി. പ്രദേശത്ത് പലർക്കും പെൻഷൻ കിട്ടിയിട്ടും തങ്ങൾക്ക് ലഭിക്കാതായതോടെ വൃദ്ധർ പഞ്ചായത്തിൽ അന്വേഷണം നടത്തി. അപ്പോഴാണ് നേരത്തെ തന്നെ പണം കൈപ്പറ്റിയിരുന്നതായി തിരിച്ചറിഞ്ഞത്. തായു അമ്മ പറഞ്ഞ പെൻഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്നോട് ഒരു 3-ാം തീയതി 4-ാം തീയതി ആയിട്ടാണ് ഇവർ എനിക്ക് വാട്സപ്പിൽ ആധാർ അയച്ചു തന്നത്. ഇവർ അക്ഷയയിൽ പോയി പരിശോധിച്ചു. അവിടെ നോക്കുമ്പോൾ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ പൈസ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ആ വാട്സപ്പിൽ ആധാർ അയച്ചു തന്നു. ആ ആധാർ ഞാൻ ഞങ്ങളുടെ ഫോണിലെ ആപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹമെമ്പറായ ഷൈജു മെമ്പർ അപ്പോഴും പറഞ്ഞു, ചേച്ചി ഇതിൽ തിരിമറി നടന്നിട്ടുണ്ട്. കമലാക്ഷിയുടെ പെൻഷൻ സംഭവം വിവാദമായതിനു പിന്നാലെ ഏജന്റും പാർട്ടി നേതാക്കളും എത്തി കയ്യിൽ നൽകി. പോരെങ്കിൽ ഒരു ഉറപ്പിന് പരാതിയില്ലെന്നും എഴുതി വാങ്ങി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വന്നു. എനിക്ക് എഴുതാനൊന്നും അറിയില്ല പറഞ്ഞപ്പോൾ വലിയവളിനെ കൊണ്ട് എന്നാ എഴുതി പറഞ്ഞു. അവളും എഴുതിയൊന്നുമില്ല, അവൻ തന്നെ എഴുതിയും കൊണ്ട് എന്നെ കൊണ്ട് ഒപ്പിടിക്കാൻ പറഞ്ഞു. ഒപ്പിട്ട് പരാതി ഇല്ലല്ലോ പറഞ്ഞപ്പോൾ ഞാൻ പൈസ കിട്ടിയില്ല എന്നുള്ള പരാതിയല്ലേ. അപ്പോൾ ആ പൈസ കിട്ടി, ഇനിയിപ്പോൾ ഒരു പരാതി ഇല്ല പറഞ്ഞു. അങ്ങനെ ഇതിൽ ഒപ്പിടിയും പറഞ്ഞ് അങ്ങനെ ഒപ്പിട്ടു. പഞ്ചായത്തിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ മരിച്ചവരുടെ പേരിൽ വരെ പെൻഷൻ തട്ടിയെടുത്തതായി കണ്ടെത്തിയിരുന്നു.
സംഭവത്തിൽ വിജിലൻസിൽ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കമലാക്ഷി അടക്കം നിരവധി വയോധികർ സമാനമായ രീതിയിൽ വിതരണക്കാരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകാനാണ് സാധ്യത. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ക്ഷേമ പെൻഷന്റെ കാര്യം തന്നെ ഇപ്പോൾ കഷ്ടത്തിലാണ്. വല്ലപ്പോഴും കിട്ടുന്ന പെൻഷൻ തുക ആരെങ്കിലും അടിച്ചു മാറ്റുക കൂടി ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു. ബന്ധപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിച്ചു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള അനക്കവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. കാണാം പൊതുജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് അവരുടെ പ്രതികരണങ്ങൾ. അപ്പോൾ പഞ്ചായത്തിൽ പോയപ്പോൾ പൈസ കൈപ്പറ്റി പറഞ്ഞതുകൊണ്ട് അപ്പോൾ ആര് കൈപ്പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ, മരിച്ചവരുടെ പെൻഷൻ എടുത്തു. അത് രേഖാപരമായി തന്നെ പിടിക്കപ്പെട്ടു. അതിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് നമ്മൾ ബോർഡിൽ ആവശ്യപ്പെട്ടു. ബോർഡിൽ നടക്കാണ്ടായപ്പോൾ വിജിലൻസിന് കൊടുത്തു. വിജിലൻസ് അത് നിർത്തിവെച്ചു. ഞങ്ങളൊരു പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയൊന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾക്കില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് ഇനി ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കണം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള അവർക്കാണെങ്കിലും ഒരു ഭീഷണി ഇല്ലാതിരിക്കണം. ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കുന്ന ഈ പാവങ്ങളായ അമ്മമാരിനെ ഇതേപോലെ വേദനിപ്പിക്കുന്നതിൽ ദുഃഖമുണ്ട്. ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. നിയമപരമായ നിയമ നടപടി സ്വീകരിച്ച് ഈ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരെ മുഴുവൻ ക്രിമിനൽ കേസെടുത്ത്, ചീറ്റിങ്ങിന് കേസെടുത്ത് നിയമപരമായ ശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടി ഗവൺമെൻറ്റും പഞ്ചായത്ത് ഭരണസമിതിയും സമൂഹവും തയ്യാറാവണം. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വിവരം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. നവകേരള സദസ്സിന് ഇന്ന് സമാപനമാവുകയാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. വട്ടിയൂർക്കാവിലാണ് അതിൻ്റെ അവസാന പരിപാടി നടക്കുന്നത്. ആ പരിപാടിയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്ര, അതിൻ്റെ റൂട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. KPCC ആസ്ഥാനത്തിന് മുമ്പിൽ പ്രതിഷേധമുണ്ടാകും എന്ന സൂചനയുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട്. മരുതൻകുഴിയിൽ യുവമോർച്ച പ്രതിഷേധമുണ്ടാകും എന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. കഴക്കൂട്ടത്തു നിന്നും മുഖ്യമന്ത്രി വട്ടിയൂർക്കാവിലെത്തിയത് അമ്പലമുക്ക് വഴിയാണ്. മുഖ്യമന്ത്രി ഭയന്ന് റൂട്ട് മാറ്റിയെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം അല്പസമയത്തിനകം നടക്കും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ ബസ്സുകൾ കയറി ഇറങ്ങാത്തൊരു ബസ് ടെർമിനലുണ്ട് എറണാകുളത്ത്. കളമശ്ശേരി നഗരസഭ 2017 ബസ് ടെർമിനൽ പണിതുയർത്തിയത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബസ് ടെർമിനലിലേക്ക് ബസ്സുകൾ മാത്രം കയറാറില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിക് ബസ് ഹബ്ബാക്കുമെന്ന് പറഞ്ഞെങ്കിലും ആ പദ്ധതിയും എങ്ങും എത്തിയില്ല എന്ന ആക്ഷേപം ശക്തമായി ഉയരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, വ്യവസായ മേഖല എന്നിവയ്ക്കെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ 2017 കളമശ്ശേരി നഗരസഭ കളമശ്ശേരി ബസ് ടെർമിനൽ പണിതുയർത്തുന്നത്. പക്ഷേ പണി പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ബസ്സുകൾ കയറിയിറങ്ങുന്നില്ല എന്നു മാത്രം. 2017 ഡിസംബറിൽ കിൻഫ്രയിൽ നിന്ന് ലഭിച്ച 70 സെന്റ് ഭൂമിയിൽ 4 കോടി രൂപയോളം ചെലവിട്ട് നിർമ്മിച്ച ബസ് ടെർമിനലിലേക്കാണ് 6 വർഷം കഴിഞ്ഞിട്ടും ബസ് മാത്രം കയറാത്തത്. ടെർമിനലിലെ ബങ്കുകളെല്ലാം നഗരസഭ 2 വർഷം മുൻപ് ലേലത്തിന് നൽകി. അവയിൽ ഒരെണ്ണം മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. ബസ് സ്റ്റാൻഡായി അന്ന് തുറന്ന ബസ് ടെർമിനലിന് അടിസ്ഥാന സൗകര്യങ്ങൾ അന്നും ഒരുക്കിയിരുന്നില്ല. എന്നാൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞതാണെന്നും ഇനി സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നുമാണ് ഉയരുന്ന വാദം. ഇപ്പോൾ ഇവിടെ എത്തുന്ന ബസ്സുകളെല്ലാം ഇതിന് പുറത്ത് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് പുറത്തായിട്ട് പാർക്ക് ചെയ്യാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെയ്യേണ്ടതും ഇവിടെ നിന്ന് തുടങ്ങാനുള്ള നിർദ്ദേശം നൽകേണ്ടതും RTO ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമാണ് അതിൻ്റെ അകത്ത്, സർക്കാരാണ് ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും ചെയ്യേണ്ടതും. മന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ബസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ അതുപോലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കളമശ്ശേരിയിലെ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർക്കുലർ സർവീസ് ആരംഭിക്കാനുള്ള നടപടി തുടങ്ങിയതായി മന്ത്രി P. രാജീവ് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. KSRTCയുടെ 15 ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിച്ച് സർക്കുലർ സർവീസ് തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒരു തവണ യാത്രയ്ക്ക് 10 രൂപയും ഒരു ദിവസം മുഴുവൻ പല സർവീസുകളിലായുള്ള യാത്രയ്ക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. സർക്കുലർ സർവീസ് ആരംഭിക്കാനുള്ള സൗകര്യങ്ങൾ സ്റ്റാൻഡിൽ ഒരുക്കുന്നതിനായി KSRTC നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടി എന്തായി എന്ന് വേണം അറിയാൻ. ചാർജിംഗ് സ്റ്റേഷനുകൾ, വർക്ക്ഷോപ്പ്, ടിക്കറ്റ് കളക്ഷൻ സെന്റർ, ജീവനക്കാർക്കുള്ള താമസ സൗകര്യം എന്നിവയാണ് നഗരസഭ ഇനി ഒരുക്കേണ്ടത്. കോടികൾ മുടക്കി പണി കഴിപ്പിച്ച ഇടം സാമൂഹ്യ വിരുദ്ധരുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കോടികൾ മുടക്കി പണിതുയർത്തുന്നവ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല എങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത് എന്നാണ് ചോദ്യം. ക്യാമറമാൻ സച്ചിനൊപ്പം അൻമരിയ സനി, 24 കൊച്ചി. ഒരു മീൻവണ്ടി കാരണം പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പത്തനംതിട്ട കടമ്പനാട് നെല്ലിമുകൾ നിവാസികൾ.
ഉണക്കമീൻ കയറ്റി വന്ന പിക്കപ്പ് വാഹനം 1 മാസം മുമ്പാണ് ഉടമ നെല്ലിമുകൾ ചന്തയിൽ ഉപേക്ഷിച്ച് മുങ്ങിയത്. മീൻ പുഴുവരിച്ചതോടെ പ്രദേശത്ത് വ്യാപാരികളും നാട്ടുകാരും ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഈ വണ്ടി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തിനു മേലെയായി. ഉണക്കമീനാണ്, അത് പുഴുവരിച്ചു തുടങ്ങി. എന്താണ് ഈ വണ്ടി കിടക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ കാരണം ആർക്കും അറിയില്ല. വണ്ടിയുടെ ഉടമ ഈ വാഹനം ഇവിടെ ഉപേക്ഷിച്ച് മുങ്ങിയത്രേ. നല്ല ചൂടുണ്ട്, ഉച്ചസമയമാകുമ്പോൾ കിടന്ന് പൊള്ളും. പക്ഷേ കാറ്റടിക്കരുതെന്നാണ് നെല്ലിമുകളുകാർ പറയുന്നത്. കാറ്റു വന്നാൽ പിന്നെ ഈ പ്രദേശത്ത് ഇരിക്കാൻ കഴിയില്ല. പഞ്ചായത്തിൽ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ വിളിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലതാമസം വരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം തന്നെ അടുത്ത് ക്രിസ്മസ് വരാൻ പോകും. ക്രിസ്മസ് വരുമ്പോൾ ഈ ചന്തയുടെ ഈ രൂപം ഇങ്ങനെയല്ല. ഇനിയിപ്പോൾ ചന്തയുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആയി, ചന്തയിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം എത്തി, ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പക്ഷേ ആ സമയത്തേക്ക് ഈ വാഹനം ഇതുപോലെ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഒരു കാറ്റുകൂടി അടിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. 1 മാസം മുൻപ് ഒരു ഉച്ച സമയത്ത് പ്രദേശവാസിയായ ഉണക്കമീൻ കച്ചവടക്കാരൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു പോയതാണ്. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. വാഹനം ഇവിടെ തന്നെ കിടക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർക്ക് പതിയെ കാര്യം മനസ്സിലായി. ഉടമയായ ഡ്രൈവർ മുങ്ങിയെന്ന്. ഇതിപ്പോൾ 1 മാസത്തിൽ മേളിലായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം ഇവിടുത്തെ ഒരു മീൻ കടക്കാരനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ കാണുന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ മീൻ ഇരുന്ന് അവിഞ്ഞ് ഭയങ്കര സ്മെല്ലായിരിക്കൊണ്ടിരിക്കുകയാണത്. ഞങ്ങൾ ഓൾറെഡി അധികാരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോലീസിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇവിടുത്തെ ഹെൽത്തുകാരെ വിളിച്ചു പറഞ്ഞു, പഞ്ചായത്തെ വിളിച്ചു പറഞ്ഞു. അവരെല്ലാം തീരുമാനം എടുക്കാമെന്ന് പറയുന്നതല്ലാണ്ട് അതിനൊരു നടപടി എടുത്തിട്ടില്ല ഇത്രയും നേരമൊക്കെ. നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ വിളിച്ചു, ആരോഗ്യ പ്രവർത്തകരെയും. ഒരു ഫലവും ഉണ്ടായില്ല. വ്യാപാരികൾക്ക് പുറമെ പാൽ സൊസൈറ്റിക്കാരും പോസ്റ്റ് ഓഫീസുകാരും ഒക്കെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മീൻവണ്ടി ഇവിടെ നിന്ന് ഒന്ന് മാറ്റി പുഴുവരിച്ച ഉണക്കമീൻ എവിടെയെങ്കിലും വെട്ടിമൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിപുരാതനമായ ചന്തയാണ് നെല്ലിമുകൾ ചന്ത. ഇവിടെ വ്യാപാരം തുടങ്ങിയ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണിപ്പോൾ. നാട്ടുകാരും ഇങ്ങോട്ട് അടുക്കുന്നില്ല. അടിയന്തരമായി ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റണം, അധികാരികൾ കനിയണം. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഏക അപേക്ഷ അതുമാത്രമാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. മാലിന്യശല്യം കാരണം പൊറുതിമുട്ടുന്ന നാട്ടുകാരുടെ പ്രശ്നങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു വാൻ നിറയെ ഉണക്കമീൻ ഉപേക്ഷിച്ച് പോയിട്ട് 1 മാസം കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പ്രത്യേക റിപ്പോർട്ടിൽ സൂചിപ്പിച്ച സ്ഥലത്തെ പ്രശ്നം. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. ഇത് ഏതാണ്ട് 1 മാസത്തോളമായിട്ട് ഈ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്ത് വെള്ളവും എല്ലാം മീനും ഉണക്കമീനും കൂടെ വല്ലാതായി ഭയങ്കര ദുർഗന്ധമാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വ്യാപാരം ചെയ്യാൻ ഒക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ. സ്മെല്ലാണ്. അത് അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ അറിയാൻ വയ്യ. കാറ്റടിക്കുമ്പോൾ മാത്രമാണ് സ്മെല്ല് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണെന്നുള്ളത് അറിയത്തില്ല. അപ്പം നമ്മൾ പറയും ഇവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാറുണ്ട്. ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ആഹാരം കഴിക്കാൻ ഇവിടെ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റാറില്ല. 2 ആഴ്ചയിൽ കൂടുതലായി ഇതുപോലെ ഇവിടെ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഭക്ഷണം ഇവിടെ വെച്ച് കഴിക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷേ പുള്ളി വീട്ടിലെങ്ങും ഇല്ല, അവരുടെ ഫാമിലിയായിട്ടൊന്നും ഇല്ല, എവിടെ പോയേക്കുവാന്നാണ് പറയുന്നത്. നമ്മളവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴൊന്നും പുള്ളിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തവും വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർക്കും എവിടെ നിന്ന് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലകളിൽ മാറ്റം. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകി എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. താരിഖ് അൻവറിന് AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ദീപാദാസ് മുൻഷിക്കാണ് കേരളത്തിന്റെ ചുമതല. ഉത്തർപ്രദേശിലെ ചുമതലയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെ ഒഴിവാക്കിയിട്ടുണ്ട്. KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയും ചെയ്യും. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. RK, ചെന്നിത്തലയുടെ പുതിയ ചുമതലയടക്കം മാറ്റങ്ങൾ എങ്ങനെയാണ് RK? റിജിത്ത്, ദേശീയ തലത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു പുതിയ ഊർജ്ജത്തോടുകൂടി വേണം എന്ന ഒരു തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റായ്ഗഡ് പ്ലീനറി സമ്മേളനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയത്. അത് പ്രകാരമാണ് ഈ പുനഃസംഘടന തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ജനറൽ സെക്രട്ടറിമാരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പേരുകൾ ഇങ്ങനെയാണ്: മുകുൾ വാസ്നിക്, പ്രിയങ്ക ഗാന്ധി, ജിതേന്ദ്ര സിംഗ്, രൺദീപ് സിംഗ് സുർജേവാല, ദീപക് ബാബറിയ, സച്ചിൻ പൈലറ്റ്, അവിനാഷ് പാണ്ഡെ, കുമാരി ശെൽജ, JA മിർ,
ദീപാദാസ് മുൻഷി, ജയറാം രമേശ്, KC വേണുഗോപാൽ. നമ്മൾ ഈ 12 പേരുകളും പരിഗണിച്ചാൽ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയുമായി അടുപ്പം പുലർത്തുന്ന ആളുകളാണ് ഈ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് KC വേണുഗോപാൽ രണ്ടാമത് ഒരു തവണ കൂടി തുടരുന്നു എന്നതാണ് ഈ ഇപ്പോൾ പുറത്തു വന്ന ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തത് മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയിൽ ജയറാം രമേശും തുടരുമെന്ന് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി പദം ഇല്ല. അദ്ദേഹം കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് എന്നത് കൊണ്ട് മഹാരാഷ്ട്രയുടെ ചുമതല നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. മോഹൻ പ്രകാശിന് ബീഹാറിന്റെ അടക്കമുള്ള ചുമതല നൽകിയിരിക്കുന്നു. അജയ് മാക്കൻ അദ്ദേഹം ട്രഷറർ സ്ഥാനത്ത് തുടരും. ജോയിന്റ് ട്രഷറർമാരായിട്ട് മിലൻ ദിയോറിയും വിജയ് ഇന്ദർ സിഗ്ലയും നിയമിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, സച്ചിൻ പൈലറ്റിനെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഛത്തീസ്ഗഡിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഈ പട്ടിക നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അടുത്ത 2024 കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും ഒരു രൂപരേഖ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ലഭിക്കുന്ന വിധത്തിലാണ്. പൂർണ്ണമായിട്ടും ഒരു തലമുറ മാറ്റം എന്ന് നമുക്ക് പറയാവുന്ന വിധത്തിലുള്ള ഒരു ചിത്രമാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. താരിഖ് അൻവർ, കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, അദ്ദേഹത്തിന് AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമായിരിക്കുന്നു എന്നതും ഈ ഘട്ടത്തിൽ ഏറ്റവും ശരി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മഹാരാഷ്ട്രയുടെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും, ദീപാദാസ് മുൻഷിക്കായിരിക്കും കേരളത്തിന്റെ ചുമതല. അതുപോലെ ഉത്തർപ്രദേശിന്റെ ചുമതലയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെ ഒഴിവാക്കിയിട്ടുണ്ട്. സച്ചിൻ പൈലറ്റിന് ഛത്തീസ്ഗഡിന്റെ ചുമതല നൽകുന്നു. അതുപോലെ താരിഖ് അൻവറിന് AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമാവുകയും ചെയ്യുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് പങ്കുവയ്ക്കുന്ന ഒരു വിവരം പ്രേക്ഷകരെ അറിയിക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്ത് ഇന്ന് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കൊച്ചിയിലാണ് എന്ന് കണക്കുകൾ പറയുന്നു. 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. കഴിഞ്ഞ 8 ദിവസത്തിൽ 5 ദിവസവും രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കേരളത്തിലാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ, പ്രസവ ശസ്ത്രക്രിയക്കിടെ പന്തീരങ്കാവ് സ്വദേശി ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകരായ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ അനുമതി. 2 ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയത്. കേസിൽ 2 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ നടപടിയിൽ സന്തോഷമെന്നായിരുന്നു ഹർഷീനയുടെ പ്രതികരണം. മാസങ്ങളോളം സഹിച്ച വേദന, നീതി തേടി മഞ്ഞും വെയിലും കൊണ്ട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയ സമരം, പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിക്കായി പിന്നെയും കാത്തിരിപ്പ്. ഒടുവിൽ ആ അനുമതി ലഭിച്ചതോടെ ഹർഷിന കേസിൽ കുറ്റപത്രം നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും തളിപ്പറമ്പ് സ്വദേശിയുമായ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം ചങ്കുവെട്ടി സ്വദേശി ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ M രഹന, KG മഞ്ജു എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി. 2017 നവംബർ 30 മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 1 ഹർഷിന കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ACP അന്വേഷണം നടത്തുകയുമായിരുന്നു. കേസിൽ ഹർഷിനയെ ശസ്ത്രക്രിയ നടത്തിയ 4 പേരെ പ്രതി ചേർത്ത് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. കേസിൽ കുറ്റപത്രത്തിനുള്ള അനുമതി ലഭിച്ചതോടെ നീതിയോടടുക്കുകയാണെന്ന് ഹർഷിന പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു നീതി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവസാനം നിയമ നടപടിയിലൂടെ നീതി ഉറപ്പാക്കുന്നുള്ള, അപ്പോൾ ആ ഒരു നിയമ നടപടിയിലൂടെ പോകാനുള്ള ആ ഒരു ഇതുകൂടെ തടസ്സത്തിലായിരുന്നു. അപ്പോൾ ഇത്രയും 2-3 മാസത്തോളമായല്ലോ സാങ്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ ഒരു സാങ്ഷൻ ആയതിൽ നമുക്ക് അതിയായ സന്തോഷം, ഒരു സമാധാനം തന്നെ പറയാം. വിചാരണയ്ക്കുള്ള അനുമതി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് അനുമതി നൽകിക്കൊണ്ടുള്ള തീരുമാനം. ചൊവ്വാഴ്ചക്കകം കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP K സുദർശൻ വ്യക്തമാക്കി. നീതി തേടിയുള്ള സമരം വിജയം കണ്ടുവെന്നാണ് ഹർഷിനയുടെ പ്രതികരണം. അർഹമായ നഷ്ടപരിഹാരത്തിനായി പോരാട്ടം തുടരുമെന്നും ഹർഷിന പറയുന്നു. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്, 24.
തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളുമുണ്ടായി. നവകേരള സദസ്സിന്റെ അവസാന വേദിയിലേക്ക് മന്ത്രിസംഘം റൂട്ട് മാറ്റിയതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തുകയും ചെയ്തു. നവകേരള സദസ്സിന്റെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, വിവരങ്ങൾ എന്താണ് സലീം? റിജിത്ത്, അല്പസമയം മുൻപാണ് ഈ പ്രകടനം അവസാനിച്ചത്. KPCC ആസ്ഥാനത്ത് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാഹനം കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാണിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഈ പ്രതിഷേധം ഇവിടെ ഉണ്ട് എന്ന സൂചനയെ തുടർന്ന് കവടിയാർ വഴി അമ്പലമുക്ക് വഴി ഈ വട്ടിയൂർക്കാവിലെ വേദിയിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്. അത് തങ്ങളുടെ പ്രതിഷേധത്തിന്റെ വിജയമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഒരു ആഹ്ലാദ പ്രകടനം എന്ന നിലയിൽ KPCCയിൽ നിന്നും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഈ പ്രകടനത്തിൽ വഴിയരികിൽ കണ്ട നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ബോർഡുകളും പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന കാഴ്ച കണ്ടു. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നവകേരള സദസ്സിന്റെ ബോർഡുകളെല്ലാം ഓരോ പ്രകടനങ്ങൾക്കും പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന നിലയുണ്ടായിരുന്നു. എന്തായാലും വലിയ നിലയിലുള്ള പ്രതിഷേധം നവകേരള സദസ്സിന് പിന്നാലെയും നടത്താനുള്ള തീരുമാനം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് നവകേരള സദസ്സ് കടന്നുപോയതിനു ശേഷവും നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള ഓരോ സ്ഥലങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മാർച്ചും ഉണ്ടാകുന്നത്. റിജിത്ത്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളുടെ വസ്തുത എന്താണെന്ന് പരിശോധിക്കുകയാണ് ഇനി. കാണാം വ്യാജം. മുഖ്യമന്ത്രിക്കെതിരായ KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ 24 റിപ്പോർട്ടർ വിനീത വിജിയെ ബന്ധിപ്പിച്ച് ഒരു വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. KSU പ്രവർത്തകരോട് വിനീത ഷൂ എറിയാൻ നിർദ്ദേശം നൽകി എന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. എന്താണ് വീഡിയോയിലുള്ള യഥാർത്ഥ ദൃശ്യം എന്ന് പരിശോധിക്കാം. വിനീത, ഈ പ്രതിഷേധം എവിടെയാണ്? പെരുമ്പാലിൽ വെച്ച് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്ന യഥാർത്ഥ വീഡിയോ എഡിറ്റ് ചെയ്താണ് വ്യാജ പ്രചാരണം. ഓടക്കാലിയിൽ മുഖ്യമന്ത്രിക്കെതിരായ KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ 24 സംഘം ഉണ്ടായിരുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ക്യാമറമാനോട് വിഷ്വൽ എടുക്കുക എന്ന് പറയുന്ന ഭാഗം അടർത്തിയെടുത്ത് ഓഡിയോ മ്യൂട്ട് ചെയ്ത് ഷൂ എറിയൂ എന്ന ഗ്രാഫിക്സ് ടെക്സ്റ്റ് കൂട്ടിച്ചേർത്താണ് സൈബറിടങ്ങളിൽ പ്രചാരണം. ഇന്ന് അതിന് തൊട്ടു പിന്നാലെ ഇവരുടെ ഈ പറയുന്ന സൈബർ ബുള്ളിയിങ് ഗ്രൂപ്പുകളിൽ വരുന്നൊരു വീഡിയോ ഒന്ന് കാണണം. ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ്, ഒന്ന് കാണിക്കോ? ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. വിനീത, ഈ പ്രതിഷേധം എവിടെയാണ്? പെരുമ്പാവൂരിൽ വെച്ച് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓഡിയോ മ്യൂട്ട് ചെയ്ത് പറയുന്നതിനെ ഷൂ എറിയൂ എന്ന് ഗ്രാഫിക്സിൽ എഴുതി ചേർത്ത് നന്ദി വീണ്ടും കാണാവുന്ന ഓഡിയോ കട്ട് ചെയ്ത വിഷലാണ്. അതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളൊന്ന് കാണൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ. പ്രമുഖ ഇടത് അനുകൂല പേജുകളിലെല്ലാം ഗൂഢാലോചനാ സിദ്ധാന്തം ചമയ്ക്കുന്ന വ്യാജ വീഡിയോ നിർബാധം പ്രചരിപ്പിക്കുന്നുണ്ട്. കേസിലെ മുഖ്യപ്രതികൾക്കെതിരെ പോലീസ് എടുത്ത വകുപ്പുകളിൽ കോടതി തന്നെ സംശയമുന്നയിച്ച സാഹചര്യത്തിലാണ് 24 റിപ്പോർട്ടറെ ബന്ധപ്പെടുത്തി സൈബറിടത്ത് കൃത്രിമ വീഡിയോ നിർമ്മിച്ച് വ്യാജ പ്രചാരണം നടക്കുന്നത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. ആ ദൃശ്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർ തന്നെ അത് ശരിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കട്ടെ. ഈ റിപ്പോർട്ടോടുകൂടി പൊതുജനം കഴുതിയ LSR എന്ന പരിപാടിയുടെ സമയം പൂർത്തിയാവുകയാണ്.